ലോസ് ഏഞ്ചൽസ് സ്വപ്നങ്ങളുടെ ഒരു നഗരമാണ്. ഹോളിവുഡിൻ്റെ തിളക്കവും അനന്തമായ സാധ്യതകളുമുള്ള ഒരു മായാലോകം. പക്ഷേ എല്ലാ നഗരങ്ങൾക്കും ഒരു ഇരുണ്ട മുഖം കൂടിയുണ്ട്. പളപളപ്പാർന്ന തിളക്കത്തിനു പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഭയാനകരമായ നിഴലുകൾ. 2013 ഫെബ്രുവരി മാസം ആ നിഴലുകൾക്കിടയിൽ ഒരു പെൺകുട്ടി അപ്രത്യക്ഷമായി. അവളുടെ പേര് എലിസലാം. ഈ കഥ ഒരു സാധാരണ തിരോധാനത്തിൻ്റെതല്ല. ഇത് ഇൻ്റർനെറ്റ് ലോകത്തെയാകെ പിടിച്ചുകുലക്കിയ, ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചിന്തിപ്പിച്ച, ആയിരക്കണക്കിന് ഗൂഢാലോചന സിദ്ധാന്തങ്ങൾക്ക് ജന്മം നൽകിയ, ഇന്നും പലരുടെയും ഉറക്കം കെടുത്തുന്ന ഒരു യഥാർത്ഥ സംഭവമാണ്. ഒരു യുവതിയുടെ ദാരുണമായ അന്ത്യം മാത്രമല്ല, അവൾ താമസിച്ചിരുന്ന ഹോട്ടലിൻ്റെ ചരിത്രവും ഈ കഥയുടെ പ്രധാന കഥാപാത്രമാണ്. ലോസ് ഏഞ്ചൽസിലെ ഡൗൺ ടൗണിൽ സ്ഥിതി ചെയ്യുന്ന 1920കളിൽ 14 നിലകളിലായി 700ഓളം മുറികളോടുകൂടി പണി കഴിപ്പിച്ച പ്രൗഢഗംഭീരമായ ഒരു കെട്ടിടം. 1924 മുതൽ അതൊരു സെസിൽ ഹോട്ടലായി പ്രവർത്തിച്ചു വരികയായിരുന്നു. പക്ഷേ കാലക്രമേണ സെസിൽ ഹോട്ടൽ അറിയപ്പെട്ടത് അതിൻ്റെ പ്രൗഢിയുടെയും പ്രതാപത്തിൻ്റെയും പേരിലായിരുന്നില്ല. മറിച്ച് അവിടെ നടന്ന ആത്മഹത്യകളുടെയും കൊലപാതകങ്ങളുടെയും ദുർമരണങ്ങളുടെയും അവിടെ താമസിച്ചിരുന്ന കുപ്രസിദ്ധ സീരിയൽ കില്ലർമാരുടെയും പേരിലായിരുന്നു. സെസിൽ ഹോട്ടൽ മരണത്തിൻ്റെ ഹോട്ടൽ എന്ന് പോലും പലരും അതിനെ വിശേഷിപ്പിച്ചിരുന്നു. 2013 ജനുവരിയിൽ 21 വയസ്സുള്ള കനേഡിയൻ വിദ്യാർത്ഥിനിയായ എലിസലാം തൻ്റെ ഒറ്റയ്ക്കുള്ള യാത്രയുടെ ഭാഗമായി അവൾ ഈ സെസിൽ ഹോട്ടലിൽ ഏതാനും ദിവസത്തേക്ക് മുറിയെടുത്തു. എന്നാൽ ദിവസങ്ങൾക്കുള്ളിൽ അവൾ അപ്രത്യക്ഷമായി. ആ ഹോട്ടലിൻ്റെ എലിവേറ്റർ ലിഫ്റ്റിൽ സ്ഥാപിച്ചിരിക്കുന്ന CCTV ക്യാമറകളിൽ 2013 ജനുവരി 31 അവളെ അവസാനമായി കണ്ടത്. അവൾ അത്യധികം ഭയന്നിരിക്കുന്നതായും അദൃശ്യമായ ആരോടോ കൈവിരലുകൾ തിരിച്ചും ആംഗ്യങ്ങൾ കാണിച്ചും സംസാരിക്കുന്നതായി വ്യക്തമായി കാണാം. പ്രേതാത്മാക്കളുടെ സാന്നിധ്യം ഉള്ളതുപോലെ തോന്നിപ്പിക്കുന്ന വിചിത്രമായ രംഗങ്ങളായിരുന്നു അത്. അവളെ കാണാതായിട്ട് 2 ആഴ്ചയിൽ കൂടുതൽ ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഹോട്ടലിലെ താമസക്കാർ കുടിവെള്ളത്തെക്കുറിച്ച് പരാതി പറയാൻ തുടങ്ങിയത്. മുറിയിലെ ടാപ്പുകൾ ഓണാക്കുമ്പോൾ വരുന്ന വെള്ളത്തിന് വിചിത്രമായ രുചിയും കറുത്ത നിറവും വല്ലാത്ത ദുർഗന്ധവുമുള്ളതായി നിരവധി താമസക്കാർ റിസപ്ഷനിൽ പരാതിപ്പെട്ടു. അങ്ങനെ ഹോട്ടലിൻ്റെ മെയിൻ്റനൻസ് ജീവനക്കാരനായ സാന്റിയാഗോ ലോപ്പസ് വാട്ടർ ടാങ്കുകൾ പരിശോധിക്കാനായി ആ ഹോട്ടലിൻ്റെ 14ാമത്തെ നിലയുടെ മുകളിലെത്തി. അവിടെ 10 അടി ഉയരമുള്ള 4 വലിയ വാട്ടർ ടാങ്കുകളാണുള്ളത്. ഗോവണ വഴി വാട്ടർ ടാങ്കുകൾക്ക് മുകളിലേക്ക് കയറി നോക്കിയ ജീവനക്കാരൻ ഒരു ടാങ്കിൻ്റെ മുകൾ മൂടി തുറന്നിരിക്കുന്നത് കണ്ടു. ആ വലിയ ടാങ്കിൻ്റെ ഉൾവശത്തേക്ക് ഫ്ലാഷ് ലൈറ്റ് അടിച്ചു നോക്കി അദ്ദേഹം പേടിച്ച് നിലവിളിച്ചു പോയി. ആ ഹോട്ടലിൽ നിന്നും കാണാതായ 21 വയസ്സുള്ള കനേഡിയൻ പെൺകുട്ടിയായ എലിസലാമിൻ്റെ നഗ്നമായ മൃതദേഹമായിരുന്നു അദ്ദേഹം ആ വാട്ടർ ടാങ്കിനുള്ളിൽ കണ്ടത്. അവളെ കാണാതായിട്ട് അന്നേക്ക് 19ാമത്തെ ദിവസമായിരുന്നു. ദുർമരണങ്ങൾ കൊണ്ട് പേരുകേട്ട സെസിൽ ഹോട്ടലിൽ അന്ന് എന്തായിരിക്കും സംഭവിച്ചത്? എലിസലാമിനെ അവസാനമായി കണ്ട എലിവേറ്റർ ലിഫ്റ്റിലെ CCTV വീഡിയോകളിൽ അവൾ ലിഫ്റ്റിലെ നിരവധി ബട്ടണുകൾ ഒരേ സമയം അമർത്തുകയും ലിഫ്റ്റിൻ്റെ മൂലയിൽ ഒളിക്കുകയും ആരുമില്ലാത്ത ഇടനാഴികളിലേക്ക് കൈവിരലുകൾ കൊണ്ട് ആംഗ്യങ്ങൾ കാട്ടുകയും ചെയ്യുന്ന വിചിത്രമായ പെരുമാറ്റത്തിന് പിന്നിലെ സത്യമെന്താണ്? അവിടെ പ്രേതങ്ങളുടെ ഭയപ്പെടുത്തുന്ന സാന്നിധ്യം ഉണ്ടായിരുന്നതായിരിക്കുമോ? അവളെ ആരെങ്കിലും കൊന്ന് വാട്ടർ ടാങ്കിൽ ഉപേക്ഷിച്ചതായിരിക്കുമോ? അതോ മാനസിക വിഭ്രാന്തിയുടെ ദാരുണമായ അന്ത്യമായിരിക്കുമോ? അതോ സെസിൽ ഹോട്ടലിൻ്റെ ദുരൂഹ മരണങ്ങളുടെ ഇരുണ്ട ചരിത്രം വീണ്ടും ആവർത്തിച്ചതാകുമോ? നമ്മളിന്ന് ഈ ടെല്ലിംഗ് ഹിസ്റ്ററിയിലൂടെ പരിശോധിക്കുന്നത് എലിസലാമിൻ്റെ ദുരൂഹ മരണത്തിൻ്റെ കഥയാണ്. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ, അത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. ആരായിരുന്നു എലിസലാം? 1991 ഏപ്രിൽ 30 കാനഡയിലെ വാൻകൂവറിലാണ് എലിസലാം ജനിച്ചത്. ചൈനയിലെ ഹോങ്കോങ്ങിൽ നിന്ന് കുടിയേറിയവരായിരുന്നു അവളുടെ മാതാപിതാക്കൾ. പഠനത്തിൽ മിടുക്കിയായിരുന്ന അവൾ യൂണിവേഴ്സിറ്റി ഓഫ് ബ്രിട്ടീഷ് കൊളംബിയയിലെ വിദ്യാർത്ഥിനിയായിരുന്നു. കലകൾ, ഫാഷൻ, പുസ്തകങ്ങൾ എന്നിവയിൽ അവൾക്ക് വലിയ താല്പര്യമായിരുന്നു. എലിസല വളരെ സ്മാർട്ടായ എന്നാൽ അല്പം ഇൻട്രോവേർട്ട് കൂടിയായ പെൺകുട്ടിയായിരുന്നു. എന്നിരുന്നാലും യാത്രകൾ ചെയ്യാനും ജീവിതം ആസ്വദിക്കാനും അവൾ ഇഷ്ടപ്പെട്ടിരുന്നു. എലിസ തൻ്റെ ചിന്തകളും വികാരങ്ങളും ഇൻ്റർനെറ്റിൽ, പ്രത്യേകിച്ച് ടംബ്ലർ പോലുള്ള സോഷ്യൽ മീഡിയ ബ്ലോഗുകളിൽ പങ്കുവച്ചിരുന്നു. അവളുടെ പോസ്റ്റുകൾ പലപ്പോഴും അവളുടെ മാനസിക അവസ്ഥയെക്കുറിച്ചുള്ള തുറന്ന എഴുത്തുകളായിരുന്നു.
അവൾക്ക് ബൈപോളർ ഡിസോർഡർ എന്ന മാനസികാവസ്ഥയുണ്ടെന്ന് അവൾ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. കടുത്ത വിഷാദത്തിനും അതിയായ സന്തോഷത്തിനുമിടയിൽ മനസ്സ് ചാഞ്ചല്യപ്പെടുന്ന ഒരു അവസ്ഥയാണിത്. യാത്രകൾ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന അവൾ 2013 ജനുവരിയിൽ അവൾ അമേരിക്കയിലെ വെസ്റ്റ് കോസ്റ്റിലേക്കൊരു സോളോ ട്രിപ്പ് പ്ലാൻ ചെയ്തു. സാന്റിയാഗോ, ലോസ് ഏഞ്ചൽസ്, സാന്താക്രൂസ്, സാൻ ഫ്രാൻസിസ്കോ എന്നിവിടങ്ങൾ സന്ദർശിക്കുകയായിരുന്നു ലക്ഷ്യം. എന്നാൽ മകൾ തനിച്ചു പോകുന്നതിൽ മാതാപിതാക്കൾക്ക് അതിയായ ആശങ്ക ഉണ്ടായിരുന്നുവെങ്കിലും ദിവസവും വിളിക്കാം എന്ന ഉറപ്പിന്മേൽ അവർ അവളെ പോകാൻ അനുവദിച്ചു. അങ്ങനെ അവൾ സാന്റിയാഗോ സന്ദർശിച്ച ശേഷം ജനുവരി 26 ലോസ് ഏഞ്ചൽസിലെത്തി. ജനുവരി 28 അവൾ സെസിൽ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഈ ഹോട്ടൽ ഇച്ചിരി കുഴപ്പം പിടിച്ച ഹോട്ടലാണ്. 1924 14 നിലകളിലായി 700 മുറികളോടുകൂടി ഈ ഹോട്ടൽ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ ഇത് വളരെ ആഡംബരപൂർണമായിരുന്നു. എന്നാൽ അമേരിക്കയിൽ സാമ്പത്തിക മാന്ദ്യം പടർന്നു പിടിച്ച സമയത്ത് ഈ ഹോട്ടലിൻ്റെ പ്രതാപവും മങ്ങി. ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്ന സ്കിഡ്രോ എന്ന പ്രദേശം ആയിരക്കണക്കിന് ഭവനരഹിതരുടെയും ലഹരി മരുന്നിന് അടിമപ്പെട്ടവരുടെയും കുറ്റവാളികളുടെയും ഒരു കേന്ദ്രമായി മാറി. സാമ്പത്തിക മാന്ദ്യത്തെ തുടർന്ന് ക്രമേണ സെസിൽ ഹോട്ടലിൻ്റെ 3-4 നിലകൾ കുറഞ്ഞ വാടകയ്ക്ക് താമസിക്കാൻ ആഗ്രഹിക്കുന്ന സഞ്ചാരികൾക്കുമായി മാറ്റിവെച്ചു. ചെറിയ ബജറ്റിൽ താമസിക്കാൻ ഒരുക്കിവെച്ച ആ ഭാഗത്തെ സ്റ്റേ ഓൺ മെയിൻ എന്നായിരുന്നു വിളിച്ചിരുന്നത്. അങ്ങനെ സെസിൽ ഹോട്ടലിൽ ബജറ്റ് ഫ്രണ്ട്ലിയായി താമസിക്കാനും സ്റ്റാർ ഫെസിലിറ്റികളോടെ താമസിക്കാനുമുള്ള സൗകര്യങ്ങളുണ്ടായി. ലോ ബജറ്റ് ലോക്കൽ റൂമുകളുടെയും സ്റ്റാർ റൂമുകളുടെയും ലോബികൾ വ്യത്യസ്തമായിരുന്നുവെങ്കിലും ഇവയുടെ ഇടനാഴികളുമായി ബന്ധിപ്പിച്ചിരുന്ന എലിവേറ്റർ ലിഫ്റ്റുകൾ ഒന്ന് തന്നെയായിരുന്നു. കുറഞ്ഞ വാടക നിലവാരത്തിലും താമസ സൗകര്യം ഉണ്ടായിരുന്നതിനാൽ തന്നെ പല ക്രിമിനൽ പശ്ചാത്തലമുള്ളവരും ഈ സെസിൽ ഹോട്ടലിൽ താമസിച്ചു പോയിട്ടുണ്ട്. 1980കളിൽ നൈറ്റ് സ്റ്റാൾക്കർ എന്നറിയപ്പെടുന്ന കുപ്രസിദ്ധ സീരിയൽ കില്ലർ റിച്ചാർഡ് റാമിററ്റ്സ് തൻ്റെ കൊലപാതക പരമ്പരകൾക്കിടയിൽ താമസിച്ചിരുന്നത് ഈ സെസിൽ ഹോട്ടലിലായിരുന്നു. 1991 മറ്റൊരു അന്താരാഷ്ട്ര സീരിയൽ കില്ലറായ ജാക്ക് അണ്ടർ വെഗറും ഇവിടെ താമസിച്ചിട്ടുണ്ട്. മാത്രമല്ല എണ്ണമറ്റ ആത്മഹത്യകൾക്കും ദുരൂഹ മരണങ്ങൾക്കും ഈ സെസിൽ ഹോട്ടൽ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. എലിസലാം കാലുകുത്തിയിരിക്കുന്നത് അങ്ങനെ ഒരു ചരിത്ര പശ്ചാത്തലമുള്ള ഹോട്ടലിലേക്കാണ്. ആദ്യ ദിവസങ്ങളെല്ലാം നല്ല നിലയിലായിരുന്നു. എലിസല നഗരം ചുറ്റിക്കണ്ടു, ഫോട്ടോകൾ എടുത്തു, ബ്ലോഗിൽ പോസ്റ്റുകൾ ഇട്ടു. പ്രോമിസ് ചെയ്തിരുന്നത് പോലെ തന്നെ എല്ലാ ദിവസവും മാതാപിതാക്കളെയും വിളിച്ചിരുന്നു. എന്നാൽ 2013 ജനുവരി 31 അന്നാണ് എല്ലാം മാറി മറിഞ്ഞത്. അന്നവൾ മാതാപിതാക്കളെ വിളിച്ചില്ല. മാതാപിതാക്കൾ വിളിക്കുന്ന കോളുകൾ അറ്റൻഡും ചെയ്യുന്നുണ്ടായിരുന്നില്ല. 2013 ആ ജനുവരി 31 എലിസല സെസിൻ ഹോട്ടലിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്ത് സാന്താക്രൂസിലേക്ക് പോകേണ്ടതായിരുന്നു. കോളുകൾക്ക് യാതൊരു പ്രതികരണവും ഇല്ലാതായപ്പോൾ മാതാപിതാക്കൾ പരിഭ്രാന്തരാവുകയും ആ സെസിൽ ഹോട്ടലിൻ്റെ റിസപ്ഷനിൽ ഫോണിൽ ബന്ധപ്പെടുകയും ചെയ്തു. അതേ തുടർന്ന് ഹോട്ടൽ അധികൃതർ പരിശോധിച്ചപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന സത്യം തിരിച്ചറിയുന്നത്. എലിസല അന്ന് ചെക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ അവളെ മുറിയിലും കാണാനില്ല. ഈ വിവരം ഹോട്ടൽ അധികൃതർ മാതാപിതാക്കളെ അറിയിച്ചു. ഉടനെ തന്നെ മാതാപിതാക്കൾ ലോസ് ഏഞ്ചലസിലേക്ക് വരികയും പോലീസിൽ പരാതിപ്പെടുകയും ചെയ്തു. പോലീസ് സെസിൽ ഹോട്ടലിലെത്തി എലിസല താമസിച്ചിരുന്ന മുറി പരിശോധിച്ചപ്പോൾ അവളുടെ ലാപ്ടോപ്പും വാലറ്റും ഐഡിയും ബാഗുകളും മറ്റെല്ലാം അവിടെ ഉണ്ടായിരുന്നുവെങ്കിലും ഫോണും മുറിയുടെ താക്കോലും അവിടെ അവളോടൊപ്പം കാണാനില്ലായിരുന്നു. ഹോട്ടലിലെ ജീവനക്കാർ അവളെ അവസാനമായി കണ്ടത് ജനുവരി 31 ഒറ്റയ്ക്ക് ലോബിയിൽ വച്ചായിരുന്നു. അവൾ സന്തോഷവതിയായി കാണപ്പെട്ടുവെന്ന് ഹോട്ടലിലെ ജീവനക്കാരി മൊഴി നൽകി. പോലീസ് നായ്ക്കളെ ഉപയോഗിച്ച് ഹോട്ടൽ മുഴുവൻ പരിശോധിച്ചുവെങ്കിലും ഒരു തുമ്പും ലഭിച്ചില്ല. ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടേയിരുന്നു. എലിസലയെക്കുറിച്ച് ഒരു വിവരവും ലഭിച്ചില്ല. അങ്ങനെയിരിക്കെ ലോസ് ഏഞ്ചൽസ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഫെബ്രുവരി 13 പൊതുജനങ്ങളുടെ സഹായം തേടിക്കൊണ്ട് ഒരു പത്രസമ്മേളനം നടത്തുകയും അതോടൊപ്പം സെസിൽ ഹോട്ടലിലെ എലിസയെ അവസാനമായി കണ്ട ലിഫ്റ്റിലെ CCTV ദൃശ്യങ്ങൾ പുറത്തുവിടുകയും ചെയ്തു. ഇതായിരുന്നു ആ വീഡിയോ. ലോകമെമ്പാടുമുള്ള കോടാനുകോടി ആളുകൾ കണ്ട ഇന്നും അതിശയത്തോടെ ചർച്ച ചെയ്യുന്ന സെസിൽ ഹോട്ടലിലെ എലിവേഷൻ ലിഫ്റ്റിലെ ഈ വീഡിയോ ഫെബ്രുവരി 1 പുലർച്ചെയുള്ളതാണ്. ഏകദേശം 4 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ വീഡിയോ ഫൂട്ടേജ് നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം. ഈ ലിഫ്റ്റിൻ്റെ CCTV ഫൂട്ടേജിൽ എലിസലാം ഒരു സാധാരണ വേഷത്തിൽ ചുവന്ന ഹുഡിയും ഷോർട്ട്സും ധരിച്ച് ലിഫ്റ്റിലേക്ക് നടന്നു കയറുന്നു. അകത്ത് കയറിയ ഉടനെ തന്നെ ലിഫ്റ്റിലെ കൺട്രോൾ പാനലിലെ മിക്കവാറും എല്ലാ ബട്ടണുകളും പല തവണ അമർത്തുന്നു.
എന്നിട്ടവൾ ലിഫ്റ്റിൻ്റെ ഒരു മൂലയിലേക്ക് മാറി നിൽക്കുന്നു. എന്നാൽ ലിഫ്റ്റിൻ്റെ വാതിലുകൾ അടയുന്നില്ല. പെട്ടെന്ന് എലിസലയുടെ ഭാവം മാറുന്നു. അവൾ വളരെ ജാഗ്രതയോടെ ലിഫ്റ്റിൻ്റെ വാതിലിനടുത്തേക്ക് ചെന്ന് തല പുറത്തേക്കിട്ട് ഇടനാഴികളിലേക്ക് നോക്കുന്നു. ഉടൻ തന്നെ ഭയന്നതുപോലെ അവൾ ഉള്ളിലേക്ക് വലിഞ്ഞ് ലിഫ്റ്റിൻ്റെ ഭിത്തിയോട് ചേർന്ന് ഒളിച്ചു നിൽക്കുന്നു, ആരെയോ ഭയക്കുന്നത് പോലെ. വീണ്ടും അവൾ ലിഫ്റ്റിൻ്റെ വാതിലിനടുത്തേക്ക് പോകുന്നു. ഇത്തവണ അവൾ ലിഫ്റ്റിൽ നിന്ന് പുറത്തിറങ്ങി ഇടനാഴികളിൽ നിൽക്കുന്നു. അപ്പോഴും ലിഫ്റ്റിൻ്റെ വാതിലുകൾ അടയാത്തത് അതിശയകരം തന്നെയാണ്. ഈ ഇടനാഴികളിൽ നിന്നുകൊണ്ട് എലിസ അദൃശ്യമായ എന്തിനോടോ സംസാരിക്കുന്നത് പോലെ ആംഗ്യങ്ങൾ കാട്ടുന്നു. അവളുടെ കൈവിരലുകളുടെ ചലനങ്ങളാണ് ഏറ്റവും വിചിത്രം. അവളുടെ കൈവിരലുകൾ എങ്ങനെ ഇത്രത്തോളം വളയുന്നു എന്നത് അതിശയകരം തന്നെയാണ്. ആരുമില്ലാത്ത ആ ഇടനാഴികളിൽ നിന്നുള്ള അവളുടെ വിചിത്രമായ ആംഗ്യങ്ങൾ പ്രേതാത്മാക്കളുടെ സാന്നിധ്യമുള്ളതുപോലെ ആരെയും ഭയപ്പെടുത്തുന്നതാണ്. അവസാനം ആ ലിഫ്റ്റിന് പുറത്തുള്ള ഇടനാഴികളിൽ അവളെ കാണാതാകുന്നു. അപ്പോഴും ആ ലിഫ്റ്റിൻ്റെ വാതിലുകൾ അടയുന്നില്ല. അവളുടെ സാന്നിധ്യം അവിടെ നിന്ന് ഇല്ലാതായി നിമിഷങ്ങൾക്ക് ശേഷം ആ ലിഫ്റ്റിൻ്റെ വാതിലുകൾ തനിയെ അടയുകയും തുറക്കുകയും ചെയ്യുന്നു. ഇതായിരുന്നു എലിസലാമിനെ ജീവനോടെ അവസാനമായി കണ്ട നിമിഷങ്ങൾ. അതിനുശേഷം എന്തായിരുന്നു അവൾക്ക് സംഭവിച്ചത്? അവൾ ആരെയാണ് ഭയന്നത്? ആ വിചിത്രമായ കൈവിരലുകളുടെ ചലനങ്ങളുടെ അർത്ഥം എന്തായിരുന്നു? ആ ലിഫ്റ്റിൻ്റെ വാതിലുകൾ എന്തുകൊണ്ടാണ് അടയാതിരുന്നത്? ആരെങ്കിലും പുറത്തുനിന്ന് ബട്ടൺ അമർത്തി പിടിച്ചിട്ടുണ്ടാകുമോ? അതോ ഹോട്ടലിൽ ദുർമരണപ്പെട്ടു പോയ ദുരാത്മാക്കളുടെ സാന്നിധ്യമാകുമോ? ഈ CCTV ഫുട്ടേജ് പുറത്തു വന്നതോടെ ഇൻ്റർനെറ്റ് ലോകമൊന്നാകെ ഉയർന്ന ചോദ്യങ്ങളാണ് ഇവയെല്ലാം. എന്തായാലും ആ ദൃശ്യങ്ങളിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. എലിസലാം കടുത്ത മാനസിക സംഘർഷങ്ങളിലൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഭയത്തിലൂടെയോ കടന്നു പോവുകയായിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥർ എലിസലാമിൻ്റെ സ്വഭാവ പ്രവൃത്തികളെക്കുറിച്ചൊക്കെ രക്ഷകർത്താക്കളോട് ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ ഒരു കാര്യം വ്യക്തമായി. അവൾക്ക് ബൈപോളർ ഡിസോർഡർ എന്ന മാനസികാവസ്ഥയുണ്ട്. ഇത് പെട്ടെന്നുള്ള മാനസികാവസ്ഥയുടെ മാറ്റങ്ങൾക്കും ഹാലുസിനേഷൻ പോലുള്ള ഭ്രമാത്മകതകൾക്കും കാരണമാകാം. അവൾക്ക് മുമ്പും ഇടയ്ക്കിടെ ആരൊക്കെയോ തന്നെ പിന്തുടരുന്നുണ്ടെന്ന് തോന്നാറുണ്ടായിരുന്നുവെന്ന് അവളുടെ സഹോദരി സാറ മൊഴി നൽകി. നിർഭാഗ്യവശാൽ അവൾക്ക് എന്ത് സംഭവിച്ചുവെന്ന് ആർക്കും ഒന്നും കണ്ടെത്താനായില്ല. അങ്ങനെ എലിസാലയെ കാണാതായിട്ട് 2 ആഴ്ചകൾ പിന്നിട്ടു. അങ്ങനെയിരിക്കെ സെസിൽ ഹോട്ടലിലെ പല അതിഥികളും പല തവണകളിലായി ഒരു പരാതിയുമായി റിസപ്ഷനിൽ എത്തുന്നുണ്ടായിരുന്നു. ഷവറുകളിൽ വെള്ളം വരുന്നില്ല. എന്നാൽ വാഷ് ബേസുകളിലോ മറ്റ് ടാപ്പുകളോ തുറക്കുമ്പോൾ വരുന്ന വെള്ളത്തിന് കറുത്ത നിറവും വല്ലാത്തൊരു ദുർഗന്ധവും രുചിയുമുണ്ട്. ആദ്യമദ്യം ഹോട്ടൽ അധികൃതർ അത്ര കാര്യമാക്കിയിരുന്നില്ല. എന്നാൽ ഓരോ ദിവസം കഴിയുന്തോറും പരാതികൾ ഏറിയപ്പോൾ ഫെബ്രുവരി 19 ഹോട്ടൽ അധികൃതർ ഹോട്ടൽ മെയിൻ്റനൻസ് ജീവനക്കാരനായ സാന്റിയാഗോ ലോപ്പസിനെ വാട്ടർ ടാങ്കുകൾ പരിശോധിക്കാനായി പറഞ്ഞയച്ചു. സെസിൽ ഹോട്ടലിൻ്റെ 14ാമത്തെ നിലയിലെ മേൽക്കൂരയിൽ 4 വലിയ വാട്ടർ ടാങ്കുകളാണുള്ളത്. അവിടേക്കെത്തുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. മാത്രമല്ല അതിഥികൾക്ക് പ്രവേശനമില്ലാത്തൊരു മേഖല കൂടിയാണത്. പൂട്ടിയിട്ട വാതിലുകളും അലാറം ഘടിപ്പിച്ച വഴികളും കടന്നു വേണം അവിടേക്കെത്താൻ. അങ്ങനെ റൂഫ് ടോപ്പിൽ എത്തിയാൽ പോലും 10 അടിയോളം ഉയരമുള്ള കൂറ്റൻ വാട്ടർ ടാങ്കുകൾക്ക് മുകളിലേക്ക് ഗോവണി വെച്ച് കയറണം. അങ്ങനെ സാന്റിയാഗോ ലോപ്പസ് ടാങ്കുകൾ പരിശോധിക്കാൻ തുടങ്ങി. അങ്ങനെ നോക്കുമ്പോഴാണ് ആ 4 വാട്ടർ ടാങ്കുകളിലെ ഒരു ടാങ്കിൻ്റെ അടപ്പ് തുറന്നു കിടക്കുന്നത് അദ്ദേഹം ശ്രദ്ധിക്കുന്നത്. അദ്ദേഹം ഗോവണി ഉപയോഗിച്ച് ആ ടാങ്കിൻ്റെ മുകളിലേക്ക് കയറി ആ ടാങ്കിനുള്ളിലേക്ക് നോക്കി. വെള്ളം കറുത്ത് കലങ്ങിക്കിടന്നിരുന്നതിനാൽ തന്നെ ആ ടാങ്കിനുള്ളിലെ കാഴ്ചകളൊന്നും തന്നെ വ്യക്തമായിരുന്നില്ല. അങ്ങനെ അദ്ദേഹം തൻ്റെ കൈവശമുള്ള ഫോണിൻ്റെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്ത് വീണ്ടും വ്യക്തമായി ആ ടാങ്കിനുള്ളിലേക്ക് നോക്കി. പൊടുന്നനെ ആ കാഴ്ച കണ്ട അദ്ദേഹം പേടിച്ച് നിലവിളിച്ചു പോയി. ഒരു പെൺകുട്ടിയുടെ നഗ്നമായ മൃതദേഹം അഴുകി വികൃതമായ നിലയിൽ ആ ടാങ്കിലെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നു. ആ നഗ്നമായ മൃതശരീരത്തിനടുത്ത് തന്നെ അവളുടെ വസ്ത്രങ്ങളും ആ വെള്ളത്തിൽ കിടക്കുന്നു. അത് മറ്റാരുമായിരുന്നില്ല, ആ ഹോട്ടലിൽ നിന്നും കാണാതായ എലിസലാം എന്ന പെൺകുട്ടിയായിരുന്നു. അവളെ കാണാതായിട്ട് അന്നേക്ക് 19ാമത്തെ ദിവസമായിരുന്നു. വിവരമറിഞ്ഞ് പോലീസും ഫയർഫോഴ്സും കുതിച്ചെത്തി. ആ വാട്ടർ ടാങ്കിൻ്റെ മുകൾ മൂടിയുടെ ഭാഗം ഇടുങ്ങിയതായിരുന്നതിനാലും എലിസലാമിൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥ അത്രത്തോളം മോശമായിരുന്നതിനാലും കാരണം അതുവഴി ബോഡി പുറത്തെടുക്കാൻ വളരെ പ്രയാസമായിരുന്നു. ഒടുവിൽ ടാങ്ക് മുറിച്ച് അവർ മൃതദേഹം പുറത്തെടുത്തു. അവളെ അവസാനമായി ലിഫ്റ്റിലെ CCTV ക്യാമറയിൽ കണ്ടപ്പോൾ അവൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ ആ ടാങ്കിനുള്ളിൽ തന്നെ അഴിച്ചു മാറ്റപ്പെട്ട നിലയിൽ കണ്ടതും ബോഡി നഗ്നമായി കണ്ടതും വളരെയധികം ദുരൂഹത ഉളവാക്കുന്ന ഒന്ന് തന്നെയായിരുന്നു.
മാത്രമല്ല ആ ടാങ്കിൽ അവൾ താമസിച്ചിരുന്ന മുറിയുടെ താക്കോലും കിട്ടിയിരുന്നു. എന്നാൽ അവളുടെ മൊബൈൽ ഫോൺ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇത് കൂടുതൽ സംശയങ്ങൾക്കും നിഗൂഢതകളും വർദ്ധിപ്പിക്കാൻ ഇടയാക്കി. ഏതാണ്ട് 19ഓളം ദിവസം ലോകം അവളെ തിരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എലിസലാം അവൾ താമസിച്ചിരുന്ന ഹോട്ടലിൻ്റെ തന്നെ വാട്ടർ ടാങ്കിൽ, അതും അതിഥികൾ ഉപയോഗിക്കുന്ന കുടിവെള്ളത്തിൽ മരിച്ചു കിടക്കുകയായിരുന്നു. ഈ വാർത്ത പരന്നതോടെ സെസിൽ ഹോട്ടലിൽ താമസിച്ചിരുന്നവരാകെ ഞെട്ടിത്തരിച്ചു. തങ്ങൾ കുടിക്കുകയും കുളിക്കുകയും പല്ല് തേക്കുകയും ചെയ്തിരുന്ന വെള്ളത്തിൽ ഒരു മൃതദേഹം അഴുകി കിടക്കുന്നുണ്ടായിരുന്നു എന്ന സത്യം അവരെ ഭ്രാന്ത് പിടിപ്പിച്ചു. പലരും ഉടനെ തന്നെ ഹോട്ടൽ ഒഴിഞ്ഞുപോയി. സെസിൽ ഹോട്ടലിൻ്റെ ദുരൂഹമരണങ്ങളുടെ കൂട്ടത്തിൽ എലിസലാമും ഇടം പിടിച്ചു. എലിസലാമിൻ്റെ ഈ ദുരൂഹമരണം ഇൻ്റർനെറ്റ് ലോകമൊന്നാകെ ചർച്ച ചെയ്യപ്പെട്ടു. അവളെ ജീവനോടെ അവസാനമായി കണ്ട ലിഫ്റ്റിലെ വിചിത്രമായ CCTV വീഡിയോയും അവളുടെ മൃതദേഹം കണ്ട രീതിയും ചേർത്ത് നോക്കുമ്പോൾ ഇതൊരു സാധാരണ മരണമല്ലെന്ന് എല്ലാവരും ഉറപ്പിച്ചു. ഇൻ്റർനെറ്റിൽ പല തരത്തിലുള്ള സിദ്ധാന്തങ്ങളുടെ ഒരു പ്രളയം തന്നെയുണ്ടായി. അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വിശ്വസിച്ചത് ഇതൊരു കൊലപാതകമായിരിക്കും എന്നതാണ്. എലിസല എങ്ങനെ അതീവ സുരക്ഷതയുള്ള മേൽക്കൂരയിലെത്തി? 10 അടിയോളം ഉയരമുള്ള ടാങ്കിൻ്റെ മുകളിലേക്ക് കോവണിയിൽ കയറി എങ്ങനെ ഒരു പെൺകുട്ടി ടാങ്കിൻ്റെ ഭാരമുള്ള അടപ്പ് തുറന്നു? എങ്ങനെ അവൾ നഗ്നമാക്കപ്പെടുകയും അവളുടെ വസ്ത്രങ്ങൾ അതേ ടാങ്കിൽ കാണപ്പെടുകയും ചെയ്തു? ഇൻ്റർനെറ്റിൽ ഉയർന്ന ഇത്തരം സിദ്ധാന്തങ്ങളെ അനുകൂലിച്ചവർ എലിസലായെ ആരോ കൊന്ന് ടാങ്കിൽ തള്ളിയതായിരിക്കാമെന്ന് ഉറച്ചു വിശ്വസിച്ചു. എന്നാൽ മറ്റൊരു വാദക്കാരുടെ സിദ്ധാന്തപ്രകാരം സെസിൽ ഹോട്ടലിൻ്റെ പഴയകാല കൊലപാതകങ്ങളുടെയും ആത്മഹത്യകളുടെയും ദുർമരണങ്ങളുടെയും ചരിത്രം വെച്ച് ഇതൊരു പൈശാചിക ദുരാത്മാക്കളുടെ പ്രവർത്തനമായിരിക്കും എലിസലാമയുടെ മരണത്തിന് പിന്നിലെന്ന് വിശ്വസിച്ചവരുണ്ട്. ലിഫ്റ്റിലെ CCTVയിൽ അവളുടെ വിചിത്രമായ കൈചലനങ്ങൾ അവിടെ ഏതോ ഒരു അദൃശ്യ ശക്തിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നതുകൊണ്ടായിരിക്കാം എന്ന് വ്യാഖ്യാനങ്ങളുമുണ്ടായി. എലിസലാമിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് വിചിത്രമായ മറ്റു ചില സംഭവങ്ങൾ കൂടിയുണ്ട്. എലിസലാം ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടത് 2013-ലാണ്. എന്നാൽ അതിനും നിരവധി വർഷങ്ങൾക്ക് മുമ്പ് 2005-ൽ പുറത്തിറങ്ങിയ ദ ഡാർക്ക് വാട്ടർ എന്നൊരു ഹോളിവുഡ് സിനിമയുടെ കഥയും എലിസലാമിൻ്റെ മരണവുമായി അവിശ്വസനീയമായ സാമ്യതകളുണ്ട്. ആ സിനിമയിൽ ഒരു അമ്മയും മകളും ഒരു പഴയ അപ്പാർട്ട്മെൻറ്റിലേക്ക് താമസം മാറുന്നു. അവിടെ ടാപ്പിലൂടെ വരുന്ന വെള്ളം കറുത്ത നിറത്തിലായിരുന്നു. ഒടുവിൽ ആ കെട്ടിടത്തിന് മുകളിലെ വാട്ടർ ടാങ്കിൽ ഒരു പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുന്നു. ആ സിനിമയിൽ ആ പെൺകുട്ടിയുടെ പേര് സിസിലിയ എന്നായിരുന്നു. എന്നാൽ അതേ രീതിയിൽ എലിസലയുടെ ബോഡി കണ്ടെത്തിയ ഹോട്ടലിൻ്റെ പേര് സിസിലിയ എന്ന പേരിനോട് സാമ്യമുള്ള സെസിയ എന്നായിരുന്നു. ഇത് വളരെ യാദൃച്ഛികമായിരുന്നു. ഇതുപോലെ മറ്റൊരു സംഭവം കൂടിയുണ്ട്. എലിസലയുടെ മൃതദേഹം കണ്ടെത്തിയ സമയത്ത് ആ സെസിയ ഹോട്ടലിലിരിക്കുന്ന സ്ക്വിഡ് റോ എന്ന പ്രദേശം ഒന്നാകെ ക്ഷയരോഗം പടർന്നു പിടിച്ചിരുന്നു. എന്നാൽ ഈ രോഗം കണ്ടെത്താൻ ഉപയോഗിച്ച ടെസ്റ്റിൻ്റെ പേരെന്തായിരുന്നെന്ന് അറിയാമോ? എലിസലാമിൻ്റെ പേരിനെ നേരെ തിരിച്ചിട്ടുള്ള പേരായിരുന്നു, ലാം എലിസ. ഇതൊരു യാദൃച്ഛികമാണോ അതോ ഇതിനു പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചനയുണ്ടോ എന്നൊന്നും വ്യക്തമല്ല. പക്ഷേ എലിസലാമിൻ്റെ മരണം അത്യധികം നിഗൂഢതകളാൽ നിറഞ്ഞതായിരുന്നു. ഒടുവിൽ ഏതാണ്ട് 4 മാസത്തെ കാത്തിരിപ്പിനു ശേഷം ലോസ് ഏഞ്ചൽസിലെ കൊറോണൽ ഓഫീസ് എലിസലാമിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവിട്ടു. അതിൽ മരണകാരണമായി സൂചിപ്പിച്ചിരിക്കുന്നത് മുങ്ങി മരണമാണ് എന്നതാണ്. ശരീരത്തിൽ ബലപ്രയോഗത്തിൻ്റെയോ മുറിവുകളുടെയോ വിഷാംശങ്ങളുടെയോ ലൈംഗിക അതിക്രമങ്ങളുടെയോ യാതൊരു ലക്ഷണവുമില്ല. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുണ്ടായ ഒരു നിഗമനം ഇങ്ങനെയായിരുന്നു. ബൈപ്പോളർ ഡിസോർഡറുള്ള എലിസലാം അർദ്ധരാത്രി കഴിഞ്ഞുള്ള സമയത്ത് ആരുമില്ലാത്ത മൂകമായ ഇടനാഴിയിലൂടെ ലിഫ്റ്റിലേക്ക് വന്നപ്പോൾ അവളിൽ ഭയത്താൽ ഹാലൂസിനേഷൻ ഉണ്ടായേക്കാമെന്നും അതിൻ്റെ ഭാഗമായി തന്നെ ആരോ പിന്തുടരുന്നുണ്ടെന്നോ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നുള്ള ഭയം അവളുടെ വിചിത്രമായ പെരുമാറ്റത്തിന് കാരണമായേക്കാമെന്നും ഭയന്നുപോയ എലിസലാം തൻ്റെ ഉത്ബോധ മനസ്സിലെ സാങ്കല്പിക ശത്രുവിൽ നിന്ന് രക്ഷപ്പെടാൻ ഹോട്ടലിൻ്റെ ഏറ്റവും മുകളിലെ ടെറസ്ട്രോപ്പിലേക്ക് ഓടിപ്പോവുകയും അവിടെ കണ്ട വാട്ടർ ടാങ്ക് അവൾക്കൊരു ഒളിസങ്കേതമായി തോന്നി ആ ടാങ്കിൻ്റെ മുകളിലേക്ക് കയറി അവൾ അതിനുള്ളിലേക്ക് ചാടിയതായിരിക്കാമെന്നും കരുതപ്പെടുന്നു. വെള്ളത്തിൻ്റെ കടുത്ത തണുപ്പിൽ ശരീരം ചൂടാണെന്ന് തെറ്റിദ്ധരിച്ച് വസ്ത്രങ്ങൾ സ്വയം അഴിച്ചു മാറ്റുന്ന പാരാഡോങ്ക്ലിക്കൽ അൺഡ്രസ്സിംഗ് എന്ന പ്രതിഭാസമാകാം അവൾ നഗ്നയാക്കപ്പെടാൻ കാരണമെന്ന് നിഗമനങ്ങളുണ്ട്. എന്നാൽ എലിസലാമിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും തുടർന്നുള്ള നിഗമനങ്ങളും വിശ്വസിക്കാത്തവരും ധാരാളം പേരുണ്ട്. അവർ പറയുന്നത് 19 ദിവസം വെള്ളത്തിൽ കിടന്ന് അഴുകി ജീർണിച്ച എലിസലാമിൻ്റെ ബോഡിയിൽ നിന്നുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തത സ്ഥിരീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്.
മാത്രമല്ല ഹോട്ടലിൻ്റെ ആർക്കും പ്രവേശനമില്ലാത്ത അലാറ സംവിധാനങ്ങളും ലോക്ക് ചെയ്യപ്പെട്ട വാതിലുകളുമുള്ള റൂഫ് ടോപ്പിലേക്ക് എലിസ എങ്ങനെ എത്തിപ്പെട്ടു എന്നുള്ളത് ഇപ്പോഴും ചോദ്യചിഹ്നമായി നിൽക്കുന്നു. മാത്രമല്ല 10 അടിയിലേറെ ഉയരമുള്ള ടാങ്കിൻ്റെ മുകളിലേക്ക് ഗോവണിയിലൂടെ കയറി ഭാരമുള്ള അതിൻ്റെ മൂടി തുറന്ന് അതിനുള്ളിലേക്ക് ചാടിയാൽ തന്നെ മുങ്ങി മരണത്തിൻ്റെ വെപ്രാളത്തിൽ വസ്ത്രങ്ങൾ സ്വയം അഴിച്ചു മാറ്റാൻ സമയം കിട്ടുമോ എന്നുള്ളതും ചോദ്യചിഹ്നമായി നിൽക്കുന്നു. കൂടുതൽ ദുരൂഹത ഉണർത്തുന്ന മറ്റൊരു കാര്യം എലിസലാമിൻ്റെ ഫോൺ കണ്ടെത്താൻ കഴിയാത്തതും അവൾ മരിച്ച് മാസങ്ങൾക്ക് ശേഷവും ടംബ്ലർ എന്ന സോഷ്യൽ മീഡിയയിലെ അവളുടെ അക്കൗണ്ടിൽ നിന്നും പോസ്റ്റുകൾ പോസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു എന്നുള്ളതുമാണ്. പലരുടെയും അഭിപ്രായത്തിൽ അത്തരത്തിൽ പബ്ലിഷാകുന്ന പോസ്റ്റുകൾ എലിസലാം ജീവിച്ചിരുന്ന സമയത്ത് ഷെഡ്യൂൾ ചെയ്യപ്പെട്ടതായിരിക്കാം എന്നുള്ളതാണ്. എന്തൊക്കെയായിരുന്നാലും ആ സെസിൽ ഹോട്ടലിലെ ദുർമരണങ്ങളും ആത്മഹത്യകളും കൊലപാതകങ്ങളുടെ പൂർവ്വകാല ചരിത്രവും തുടർന്ന് അതേ ഹോട്ടലിൽ നടന്ന എലിസലാമിൻ്റെ ദുരൂഹ മരണവും ഇപ്പോഴും ഭയവും സംശയങ്ങളും ഉണർത്തുന്നു. നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കാത്ത നിഗൂഢതകൾ നിറഞ്ഞ മരണമായി എലിസലാമിൻ്റെ മരണത്തിന് പിന്നിലെ ദുരൂഹ രഹസ്യങ്ങൾ തുടരുന്നു. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? എലിസലാം കൊല്ലപ്പെട്ടതായിരിക്കുമോ? അതോ മാനസിക ഭയത്താൽ പറ്റിയ ആക്സിഡൻ്റൽ ഡെത്ത് ആയിരിക്കുമോ? അതോ ആ ഹോട്ടലിൽ അലങ്ങിത്തിരിയുന്ന ദുരാത്മാക്കളുടെ പ്രവൃത്തിയാകുമോ? എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ. അത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. വളരെ വ്യത്യസ്തമാർന്നതും അറിവ് നിറഞ്ഞതും കൗതുകമുണർത്തുന്നതുമായ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ഇറ്റ്സ് മീ അനീഷ് റോബിൻസൺ സൈനിങ് ഓഫ്.